ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു യാത്ര പുറപ്പെടാണ്, ഒരു ട്രിപ്പ് പോവുകയാണെന്നൊക്കെ. അപ്പോൾ അതാ രാവിലെ തന്നെ ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാറിലാണ് കേട്ടോ, കസിൻ ഒരു കാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ്റെ കാറിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഏട്ടനും അച്ഛനും അമ്മയും ഷാനൂട്ടനും പിന്നെ അവൻ ഇന്നലെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായിട്ട് പോവുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ പാക്ക് ചെയ്തെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരത്തെ ഇതെല്ലാം പാക്ക് ചെയ്ത് പിന്നെ ഉച്ചക്കത്തെ ഞങ്ങൾ പാക്ക് ചെയ്ത് എടുത്തത്. അപ്പോൾ ഇത്രയും നേരത്തെ എങ്ങനെ ഇതൊക്കെ റെഡിയാക്കി എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയായിട്ട് തലേന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ പോന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങളിതാ കഴിക്കാനായിട്ട് 9:30 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്ന വഴിയിൽ തന്നെ ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തി, ഒരു തണലത്ത് ഒതുക്കി നിർത്തി. പിന്നെ ബ്രെഡും പിന്നെ ചിക്കൻ സ്റ്റൂ ആണ് ബ്രേക്ക്ഫാസ്റ്റിന് കരുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കൻ സ്റ്റൂ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കയ്യിലൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഏട്ടൻ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം അച്ഛനോടും അമ്മയോടും പിന്നെ അവനോടൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു. ഷാനൂട്ടിന് ഞാൻ വാരിയൊക്കെ കൊടുത്തു കേട്ടോ ആദ്യം തന്നെ. എന്നിട്ടാണ് പിന്നെ ഞാനും ഏട്ടനും ഒക്കെ കഴിക്കാനായിട്ട് നിന്നത് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഞാൻ കഴിക്കുകയാണ്, ഞാനും ഏട്ടനും കൂടി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഷാനൂട്ടൻ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവനെ വായ കഴിപ്പിച്ചിട്ടില്ല, വായ കഴുകി കൊടുക്കണം. അങ്ങനെ ഓരോ വണ്ടികളൊക്കെ പോകുന്നതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആള്. അവന് വലിയ കുഴപ്പമൊന്നുമില്ല, എന്താണെങ്കിലും കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിലിരുന്ന് കൊടുത്ത് തന്നെ ശീലിപ്പിച്ചേക്കുന്നത് കൊണ്ടിട്ട് ആൾക്ക് എന്ത് കൊടുത്താലും കുറുക്ക് അങ്ങനെ ഉള്ളതൊന്നും കരുതേണ്ട ആവശ്യമില്ല എവിടെയെങ്കിലും പോകുമ്പോൾ. എന്ന് വെച്ചാൽ വീട്ടിൽ നമ്മളത് കഴിക്കുന്ന എന്താണോ അത് തന്നെ അവനും കഴിച്ചോളും. അവനെക്കൊണ്ട് വലിയൊരു പ്രോബ്ലം എനിക്ക് അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ഇതുവരെ. അങ്ങനെ ഇത് നേരിമംഗലം പാലം, എനിക്കറിയില്ല കേട്ടോ എന്താണ് ഈ പാലത്തിൻ്റെ പേര്, പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ ചുറ്റിനും ഇങ്ങനെ ഒരു കാട് പോലെയും അങ്ങനെയൊക്കെ കണ്ടു. നല്ലൊരു പ്ലേസ് കിട്ടും, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല പച്ചപ്പൊക്കെ കണ്ട് ഇങ്ങനെ നമുക്ക് പോവാം. അപ്പോൾ എല്ലാം ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനൂട്ടൻ കാറിലിരുന്നതാ ഇങ്ങനെ ഓരോന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ, വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ 12 മണിക്കാണ് നമ്മൾ റൂമിൻ്റെ ചെക്ക് ഇൻ കേട്ടോ. അപ്പോൾ 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ. ഇപ്പോൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി നല്ല കാഴ്ചകളും വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ സൈഡിൽ ഞങ്ങൾ വണ്ടി ഒതുക്കി അതൊക്കെ കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. വേനൽക്കാലം ആയതുകൊണ്ടിട്ട് തന്നെ വെള്ളം കുറവാണ് ശരിക്കും. ഒരു വെള്ളച്ചാട്ടം ഇതിന് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷേ ആ വെള്ളച്ചാട്ടം ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കേട്ടോ, വറ്റി വരണ്ട് കിടക്കുമായിരുന്നു. മൂന്നാറിൽ എപ്പോഴും വരുമ്പോൾ ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്, പക്ഷേ അവിടെ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നിരാശപ്പെട്ട് വരുമ്പോഴാണ് ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടത്. പിന്നെ അവിടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു കടയിൽ കയറി ഷാനൂട്ടൻ ഒരു കുഞ്ഞ് സ്പെക്കൊക്കെ വാങ്ങി, ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ എന്നോർത്തിട്ട് അതൊക്കെ വാങ്ങി. എന്നിട്ട് വീണ്ടും യാത്ര തുടർന്ന് ഞങ്ങൾ പോവാണ്. നല്ല പ്ലേസസൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ മലകളും പിന്നെ തേയിലത്തോട്ടം ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ അടിപൊളിയായിരുന്നു കേട്ടോ.
12:30 മണിയൊക്കെ ആയപ്പോഴേക്കും ഉച്ചയ്ക്ക് കേട്ടോ ഞങ്ങൾ എടുത്ത റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. റിസോർട്ടിലേക്ക് വരാനായിട്ട് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു എന്താ പറയുക, ചുറ്റിനും കാടൊക്കെ പോലെയൊക്കെ ഇങ്ങനെ തോന്നും. അങ്ങനത്തെ ഒരു റിസോർട്ടാണ് കേട്ടോ. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു. നല്ലൊരു തണുപ്പ്, ഉച്ച സമയമാണെങ്കിൽ പോലും ചെറിയൊരു തണുപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് ആ റൂമൊക്കെ ഒന്ന് കയറി കാണാണ്. അപ്പം അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു റൂമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലായിടവും ഒക്കെ കയറി കണ്ടു. 2 റൂമായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ റൂമിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു, സെറ്റാക്കി. ഷാനുട്ടിന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. റിസോർട്ടിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം അച്ഛനും അമ്മയും റൂമിൽ കിടപ്പായി കേട്ടോ. ഞങ്ങൾ 3 ആളും കൂടി ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഷാനുട്ടനും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 2 മണിയായപ്പോഴേക്കും ഞങ്ങളിതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ബാക്കി എല്ലാവരും അച്ഛനും ഏട്ടനും കണ്ണനും അവനൊക്കെ കഴിച്ചു. ഞങ്ങളിതായിരുന്നു ഞാനും അമ്മയും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കി തലേന്ന് മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കി ബിരിയാണിയൊക്കെ ആക്കി റെഡിയാക്കി ഇതിൻ്റെ വാഴയിലയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അങ്ങനെയാണ് വന്നത്. ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ റിസോർട്ടിൻ്റെ പുറത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ. വലിയ റേറ്റൊക്കെ ഉള്ളൊരു റിസോർട്ടൊന്നുമല്ല, എന്നാലും നമ്മൾ എടുത്ത റേറ്റിന് നല്ലൊരു റിസോർട്ട് തന്നെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളിതാ ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ട്, അവിടെ അടുത്തുള്ള 2-3 സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഷാനുട്ടൻ കയറിയപാടെ നല്ല ഉറക്കമായിട്ടോ ആള്. അപ്പം നല്ല തണുപ്പ് വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവന് കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇറക്കിയത്. അവനെ റെഡിയാക്കി എത്തി. ഞങ്ങളും കോട്ടും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. മാട്ടുപ്പെട്ടി ഡാം കാണാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഷാനുട്ടൻ ഏട്ടൻ്റെ തോളത്ത് കിടന്ന് നല്ല ഉറക്കമാണ്. അങ്ങനെ ഇതാണ് കേട്ടോ ഡാമിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഓരോന്ന് വാങ്ങാനും പിടിക്കാനും പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്ന വഴി കടകളിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഏലക്ക വാങ്ങാനായിട്ട് കയറിയേക്കാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് തേയില, ചായപ്പൊടി, കാപ്പിപ്പൊടി, ഏലക്ക, പിന്നെ ഇതേപോലത്തെ സ്പൈസസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ ചുക്ക് വാങ്ങി, പിന്നെ ഏലക്ക വാങ്ങിയിരുന്നു ഞങ്ങൾ. അങ്ങനെ അതും ഇതൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് പോരാണ് കേട്ടോ. ഷാനുട്ടൻ ഇപ്പോഴും നല്ല ഉറക്കമാണ്. കുറച്ച് നേരം ഏട്ടനെടുക്കും, കുറച്ച് നേരം ഞാനെടുക്കും, അങ്ങനെ മാറി മാറിയൊക്കെ എടുത്തുകൊണ്ടാണ് നടന്നത് കേട്ടോ. ട്രാവൽ ചെയ്തതിൻ്റെ ആണെന്ന് തോന്നുന്നു, അവന് നല്ലൊരു ക്ഷീണമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിൽ നിന്ന് ഞങ്ങൾ പോന്നു. പിന്നെ ഓരോ വേറെ അടുത്ത സൈറ്റ് കാണാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഞങ്ങളിതാ വരുന്ന വഴി എല്ലാം കണ്ട് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ ചായ് ബസാറിൽ കയറിയിട്ടു. ചായ് ബസാർ എന്ന് പറഞ്ഞൊരു ടീ ഫാക്ടറിയിൽ കയറി. അവിടെ നിന്ന് ചായപ്പൊടിയും ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഒറിജിനൽ ചായപ്പൊടിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. അങ്ങനെ അതൊക്കെ വാങ്ങി. അവിടെ പുറമേ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലവേഴ്സ് ഒരുപാട് നല്ല കളറിലുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആവശ്യമുള്ള ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് എത്തിയായിരുന്നു. പിന്നെ അവിടെ വന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഒന്ന് ചൂടുവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല തണുപ്പായി ഇപ്പോൾ ചൂടുവെള്ളത്തിൽ മേലൊക്കെ കഴുകി ഞാനും ഏട്ടനും ഒരു 12 മണി 11:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ വൈബ് എന്ന് പറഞ്ഞ് ഷാനോട്ടനെ ഉറക്കി അമ്മയുടെ അച്ഛൻ്റെ അടുത്തും കിടത്തിയിട്ടുണ്ട്. ഞാനും ഏട്ടനും അവനും കൂടി പുറത്ത് വന്ന് നിന്നിട്ട് തണുപ്പൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ വിറക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ സംസാരിച്ചൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നിന്നു. പിന്നെ പിറ്റേന്ന് രാവിലെയായി. ഞങ്ങളിതാ പുതിയ റൂമിൽ നിന്ന് വെക്കേറ്റൊക്കെ ചെയ്തു കേട്ടോ. ഒരു 7:30 മണിയൊക്കെ ആയപ്പോഴേക്കും റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ഓരോ സൈറ്റ് കാണാനായിട്ട് വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. അങ്ങനെ മൂന്നാറിൽ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഷാനുട്ടിന് ഇടിയപ്പം മുട്ടക്കറിയാണ് വാങ്ങിച്ചു കൊടുത്തത്. അവരതൊക്കെ കഴിച്ചു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും മസാല ദോശയും ഗീ റോസ്റ്റും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തി. അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കുറച്ച് നടക്കണം കേട്ടോ. വ്യൂ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കണം. അപ്പോൾ ഞാനും അച്ഛനും എല്ലാവരും കൂടി നടന്ന് പോവാണ്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനാ തൊപ്പിയൊക്കെ ഇട്ട് ആ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോഴത്തേനും കോക്കാച്ചി എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ ട്രോളിക്കൊണ്ട് നടക്കാണ് കേട്ടോ, ചിരിച്ചുകൊണ്ട്. അങ്ങനെ പോകുന്നൊരു കുരങ്ങന്മാരെയൊക്കെ കണ്ടു. അപ്പോൾ ഒരു ചേച്ചി അവിടുത്തെ ഒരു കട നടത്തുന്ന ചേച്ചിയാണ്. ആ ചേച്ചിയുടെ പഴങ്ങളൊക്കെ കുരങ്ങന്മാരെടുത്ത് തട്ടിപ്പറിക്കാനായിട്ട് വന്നപ്പോൾ അതിനെ കമ്പൊക്കെ എടുത്തിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒരുപാട് ഇതുപോലെയുള്ള പർച്ചേസിങ്ങിന് പറ്റിയ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറാനായിട്ട് 20 രൂപയ്ക്ക് ഒരാൾക്ക് ടിക്കറ്റ് എടുക്കണം. പിന്നെ താഴോട്ട് ഇറങ്ങി പോകാനും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ രണ്ടിനും കൂടി 20 രൂപയാണ് കേട്ടോ, താഴേക്ക് ഇറങ്ങാനും മുകളിൽ കയറാനൊക്കെ ആയിട്ട്. അങ്ങനെ ടോപ്പ് സ്റ്റേഷനിലെത്തി മുകളിലൊക്കെ കയറി. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ കണ്ട് നല്ലൊരു തണുപ്പായിരുന്നു കേട്ടോ. ഇവിടെ ഏറ്റവും തണുപ്പ് നമുക്ക് അനുഭവപ്പെട്ടത് ടോപ്പ് സ്റ്റേഷനാണെന്ന് പറയാം കേട്ടോ. അത്രയും തണുപ്പായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും കോട്ടൊക്കെ എടുത്തിട്ട് നിന്നത്. മൂന്നാറിൽ പൊതുവേ ഇതുവരെ പോയേക്കുന്നതിന് ഇത്രയും തണുപ്പ് അങ്ങനെ കുറവായിരുന്നു. ഇത്രയും തവണ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ കുറവായിരുന്നു കേട്ടോ തണുപ്പ്. എന്നാലും നല്ല തണുപ്പ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തണുപ്പ് കുറവായിരുന്നു. വെച്ചാൽ ക്ലൈമറ്റ് അല്ലല്ലോ ഇപ്പോഴത്തെ ക്ലൈമറ്റ്. മൂന്നാറിൻ്റെ സീസണല്ല ശരിക്കും. സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങി. ശരിക്കും ഡിസംബർ ജാനുവരി ആ ഒരു ടൈമിലാണ് നമ്മൾ വരുന്നതെങ്കിൽ നല്ലൊരു തണുപ്പും കോടയൊക്കെ ആസ്വദിച്ച് നല്ലൊരു ഇതായിരിക്കും കേട്ടോ. ഇപ്പോൾ തണുപ്പ് കുറഞ്ഞു തുടങ്ങുന്ന ആ ഒരു ടൈമിലാണ് ഞങ്ങൾ വന്നത്. ഫെബ്രുവരി ലാസ്റ്റ് ആവാനായല്ലോ, പകുതി ആയല്ലോ. പിന്നെ അവിടെയൊക്കെ കഴിഞ്ഞു ടോപ്പ് സ്റ്റേഷൻ ഞങ്ങൾ നേരെ ഇറങ്ങി കുണ്ടള ഡാം അത് കാണാനായിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഡാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. ഇവിടെ വെയിലാണെങ്കിൽ നമുക്ക് ആ ഒരു വെയിലിൻ്റെ ചൂട് അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. ആ ഒരു തണുപ്പ് അതിനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഷാനുട്ടിൻ്റെ തൊപ്പി കാറിൽ നിന്ന് എടുക്കാൻ ഞങ്ങൾ വിട്ടുപോയി കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവൾക്ക്. അങ്ങനെ പോവുകയാണ്.
പിന്നെ ഇതാ അതൊക്കെ കണ്ട് പോരുന്ന വഴി 2-3 സ്ഥലത്തൊക്കെ ഞങ്ങൾ പോരുന്ന വഴി നിർത്തി ഓരോ സ്ഥലങ്ങൾ ആസ്വദിച്ച് കണ്ട് അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ഇതാ ഡാമിൻ്റെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയതാണ് കേട്ടോ. ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിയാണ്. ചാനൂട്ടിനെ കുറച്ച് നേരം കളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഒത്തിരി ലെങ്തായി പോകണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഇനിയും ഇതുപോലുള്ള ട്രാവൽ വിശേഷങ്ങളും അതുപോലെ തന്നെ ഫാമിലി വ്ലോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.